ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ചിങ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഐഡിയാസാണ് പറയുന്നത്. ഈ ഐഡിയാസ് മീൻസ് നമ്മൾ സ്റ്റിച്ചിങ് എന്നതൊരു പ്രൊഫഷനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് ഇൻകം കൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സക്സസ് ടിപ്സ് പറഞ്ഞിരുന്നത്. ടിപ്സ് മീൻസ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിനെ സക്സസ് ആക്കാൻ വേണ്ടി നമ്മൾ സ്റ്റിച്ചിങ് എക്യുപ്മെൻറ്റ്സ് നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ലഭിക്കുന്ന ഷോപ്പുകളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മുടെ നാട്ടിൽ എത്രയാണ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന റേറ്റിൽ മേടിക്കാൻ പറ്റാവുന്ന സ്ഥലങ്ങൾ, അത് ഹോൾസെയിൽ ഷോപ്പുകൾ എവിടെയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന പ്രോഡക്ട്സുകൾ അത് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓൺ ദ വേയിൽ അറിഞ്ഞിരിക്കുന്ന ലെവലിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാനും സക്സസ് ആവാനൊക്കെ പറ്റുള്ളൂ. റേറ്റും കാര്യങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന റേറ്റിനനുസരിച്ച് നമ്മൾ ആ വില നിലവാരം എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമാണ് സ്റ്റിച്ചിങ് എന്നത് സക്സസ് ആയി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ് സക്സസ് ആക്കാൻ ആഗ്രഹമുള്ള ആളുകളെല്ലാവരും ഈ ഒരു വീഡിയോ കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ അവൈലബിളായ 2 ഷോപ്പാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പുതിയ പ്രോഡക്ട്സുകളും മാർക്കറ്റിൽ ഇറങ്ങി അവൈലബിളായുള്ള പുതിയ പ്രോഡക്ട്സുകളും എല്ലാം നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പറ്റാവുന്ന സംഭവങ്ങളുടെ എല്ലാം വില നിലവാരം എത്രയാണെന്ന് നമ്മളിത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് മേടിച്ചിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഈ ഒരു ഷോപ്പിന് വീണ്ടും ബ്രാഞ്ചസുകൾ ഉണ്ടായിട്ടുണ്ട്, പുതിയ ഷോപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഷോപ്പ് അതിന് ശേഷം ഈ ഒരു ആദ്യത്തെ ഷോപ്പ് കണ്ട ശേഷം പുതിയ ഷോപ്പിലേക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അവിടെയും ഉള്ള പുതിയ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുത്താം. ആദ്യം പരിചയപ്പെടുത്തുന്നത് നമ്മൾ ആദ്യം വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഷോപ്പിലാണ് പരിചയപ്പെടുത്തേണ്ടത്. നമ്മുടെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡ് എന്നാണ് ഇതിനെ പറയുക. അവിടെ ത്രെഡ് സിറ്റി എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ആ ഷോപ്പിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള പ്രോഡക്റ്റ്സാണ് ഈ കാണിക്കുന്നത് എല്ലാതും. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ഐറ്റംസാണ് നമ്മളിതിനകത്ത് കാണിക്കുന്നത്. ഇതെല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരമാണ്. ഈ ഫീൽഡിൽ നിന്ന് പോകണമെങ്കിൽ ഇതിനകത്ത് എന്തെല്ലാം പ്രോഡക്റ്റ്സിൽ അവൈലബിൾ ആണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അതിന് കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ്സ് വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുന്ന ആ ഒരു പ്രോഡക്റ്റ്സ് വീണ്ടും കുറച്ചും കൂടി വ്യത്യസ്ത രീതിയിൽ വരുന്ന സംഭവങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞിരിക്കുമ്പോഴാണ്, പിന്നെ മാത്രമല്ല മാർക്കറ്റ് റേറ്റ് എത്രയാണെന്ന്, റീറ്റെയിൽ ഷോപ്പിൽ റേറ്റും ഹോൾസെയിൽ റേറ്റും എത്രയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. എത്ര പീസ് എടുത്താലാണ് നമുക്ക് അതിനകത്ത് ഹോൾസെയിൽ വാല്യൂ ലഭിക്കുകയുള്ളൂ എന്നതൊക്കെ അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങിൽ നിന്ന് നമുക്ക് ഔട്ട്സൈഡേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ മേടിക്കുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ അവരുടെ ഡ്രസ്സിലൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ലാഭം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ഫീൽഡിൽ നിന്ന് പോകാനും മാത്രമല്ല ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയുള്ളൂ. അല്ലാതെ നമ്മളെല്ലാം ഒരു സാധനം ഒരു കസ്റ്റമർ തയ്ക്കാൻ തന്നു, അപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് പോയിട്ട് തികഞ്ഞ വില കൊടുത്തൊരു സാധനം മേടിച്ച് അത് മാത്രം കൊണ്ടുവന്ന് തയ്ക്കുമ്പോൾ നമുക്ക് ആ കസ്റ്റമർക്ക് വേണ്ടി വർക്ക് ചെയ്ത സമയവും വേസ്റ്റാവും, നമുക്ക് അതിനകത്തുനിന്ന് വലിയ ലാഭവും കിട്ടില്ല. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നു എന്നതിനകത്തുനിന്ന് ഇൻകം കിട്ടുന്നില്ല എന്നൊരു സ്റ്റേജായിരിക്കും വരാം. പിന്നെ മാത്രമല്ല അടുത്തുള്ള വീടുകളിലൊക്കെ ചെയ്യുന്ന സ്ത്രീകൾക്കാണെങ്കിൽ അത്രയധികം എമൗണ്ട് ആരും കടകളിൽ ഷോപ്പിലേക്ക് എടുക്കുന്ന റേറ്റൊന്നും തരത്തില്ല. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിലാണ് നമുക്ക് അതിന് ഒരു റേറ്റ് എത്ര നമ്മൾ ചെയ്ത വർക്കിന് എത്ര റേറ്റ് മേടിക്കാം. ശരിക്കും അതിൻ്റെ കേരള വാല്യൂ എങ്ങനെയുണ്ട്, അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജസിൻ്റെ ഞാൻ കേരള സ്റ്റിച്ചിങ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അത് കണ്ടു നോക്കുക. അതിൻ്റെ സ്റ്റിച്ചിങ് റേറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് കൂട്ടി മേടിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കാണിക്കാം കേട്ടോ. ഇതിനകത്ത് പറയുന്നുണ്ട്, പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഓരോ പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഓരോ പ്രോഡക്ട്സും നമ്മൾ എങ്ങനെയൊക്കെയാണ് മേടിക്കുന്ന കാര്യങ്ങളൊക്കെയും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു നോക്കൂ കേട്ടോ ഫ്രണ്ട്സ്. നമ്മളിതിൽ സാധാരണ സിബും ഇൻവിസിബിൾ സിബും മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിൽ പുതിയ 2 ഐറ്റംസ് വന്നിട്ടുണ്ട്. സാധാരണ നോർമൽ ചോക്കുകൾ, ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചോക്കുകളായിരുന്നു വന്നിരുന്നത്, മാർക്കറായിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ മാത്രമല്ല പിന്നെ ഒരു
എന്നിട്ട് പെൻഡ് പോലത്തെ ഒരു സംഭവം നമ്മൾ മുന്നേ ഒരു ടിപ്സുകളുടെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. പിന്നെ മാത്രമല്ല ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് 2 ടൈപ്പ് മോഡൽ ചോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് ആദ്യം കിട്ടിയിരുന്നില്ല, അവൈലബിൾ ആയിരുന്നില്ല, ഇപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റ്സ് പുതുതായിട്ട് ഇറങ്ങുമ്പോൾ അതും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇത് നമ്മൾ റേറ്റ് കുറവാണ് കേട്ടോ. ഇത് നമുക്ക് എന്തെന്ന് അതിനെ പറയുക, നമ്മൾ ബ്ലൗസിനൊക്കെ ഹുക്സ് വെക്കില്ല, ഇങ്ങനെ ബ്രായുടെ വെള്ളയൊക്കെ കാണാതിരിക്കാൻ അത് വെക്കുന്ന സംഭവത്തിന് 250 280 ആ റേറ്റാണ് വരുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ഇതാട്ടോ ഇതല്ല, ഇത് വേറെ ടൈപ്പ് ഐറ്റമാണ്. അത് വേറെ പർപ്പസിനാണ് കേട്ടോ. അങ്ങനെ പല കത്രികകളിൽ തന്നെ പല മോഡൽസ് ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും നല്ല പ്രൊഫഷണൽ കത്രിക ഏതാണെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. കാണാത്തവരത് കണ്ടു നോക്കൂ. തൊട്ട് 1-2 വീഡിയോ മുമ്പ് ഇട്ട വീഡിയോയിൽ നമ്മളതിനെ കുറിച്ച് സ്റ്റിച്ചിങ് സക്സസ് ആകാൻ അറിഞ്ഞിരിക്കേണ്ട, നന്നാവാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒരു 4-5 വർഷമൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിസറാണ്. ഓക്കെ, പിന്നെ ഇതൊരു 4-5 വർഷമൊക്കെയും അത്യാവശ്യം ഓടും. പിന്നെ ഇത് നല്ല സിസറാണ് കേട്ടോ. നല്ല ഒരു കത്രികയാണ്. ആദ്യ കാലഘട്ടത്തിൻ്റെ മോഡൽ നമ്മൾ മേടിച്ചപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. വളരെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ റേറ്റ് നല്ലതായിരുന്നു. ആ റെഡ് കളറ് സിസർ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഇപ്പോൾ അതിനകത്ത് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ത്രെഡ് കട്ടറിൻ്റെ ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട്. വേറൊരു മോഡലാണ്. ആദ്യം കിട്ടിയിരുന്ന മോഡൽ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അത് നമ്മുടെ വീഡിയോ കണ്ടവരത് കണ്ടിട്ടുണ്ടായിരിക്കും. അത് നല്ല ഭംഗിയുള്ളതാണെന്നുള്ള സംഭവം. ഓക്കെ, പിന്നെ നല്ല കംഫർട്ടബിലിറ്റിയും കൂടുതലാണ്. ഇപ്പോൾ കണ്ടതിനേക്കാളും കംഫർട്ടബിലിറ്റി ആദ്യ കാലഘട്ടങ്ങളിൽ വാങ്ങിക്കുമ്പോൾ ആദ്യത്തെ മോഡൽ വന്നിരുന്ന സമയത്ത് വളരെ നല്ലതായിരുന്നു. പിന്നെ മാത്രമല്ല ഇത് എംബ്രോയിഡറി നൂലുകളാണ്, ഡബിൾ ഷെയ്ഡഡ് വരുന്നുണ്ട്. നല്ല രസമാണ്, നല്ല വർക്കുകളാണ് കേട്ടോ, നല്ല കളർഫുള്ളാണ്. പിന്നെ നമ്മളധികം എംബ്രോയിഡറി വർക്ക് അധികം ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മളിത് അധികം ഇതൊന്നും നമ്മൾ മേടിച്ചില്ല. നമ്മളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ ബോക്സ് ആയിട്ടും നമുക്ക് മേടിക്കാൻ കിട്ടും, ഫുൾ സെറ്റ് ബോക്സ് ആയിട്ടും മേടിക്കാൻ കിട്ടും. പിന്നെ മാത്രമല്ല ഡബിൾ കളറും വരുന്നതും കണ്ടില്ലേ. ഇപ്പോൾ മിക്സ് ആൻഡ് മാച്ച് വരുന്നത് പോലെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും നമുക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന, ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ പറ്റാവുന്ന സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് തരം ഐറ്റംസ് ഉണ്ട്. പേര് ഇതിങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. എല്ലാത്തിൻ്റെയും പേരെനിക്ക് കിട്ടില്ല കേട്ടോ പറയാനായിട്ട്. പിന്നെ ഒരുവിധം നമ്മൾ നോർമൽ ആളുകൾക്ക് ചുരിദാറും സാരി ബ്ലൗസും ഫ്രോക്ക്, അതുപോലെ നൈറ്റി, ലാച്ച, പട്ടുപാവാട ഇങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്, തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ എടുത്തത് ഇങ്ങനത്തെ 5 കളർ വരുന്ന ഈ സംഭവം അല്ല എടുത്തത്. നമ്മൾ ഒരെണ്ണത്തിൽ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ഐറ്റം മാത്രമായിട്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ. ഇങ്ങനത്തെ നമ്മൾക്കിപ്പോൾ പുതിയ മോഡൽ ഇപ്പോൾ വന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെ മുന്നിൽ ആദ്യമൊന്നും ഇങ്ങനത്തെ ഉണ്ടായിരുന്നില്ല, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഷേപ്പും ആകൃതിയൊക്കെ മാറിയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ 5 കളേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ തന്നെ ഒരു ചോക്കുമ്പോൾ തന്നെ ഡബിൾ കളർ വരുന്നതിലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മളിനി അടുത്ത വീഡിയോസിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് കാണിക്കാം കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ഓയിൽ എന്ന് പറയുന്നത് കൊടുക്കുന്നത്, പവർ ഓയിൽ കൊടുക്കുന്നത്, മെഷീൻ ഓയിൽ കൊടുക്കുന്നതാട്ടോ. ഇത് ചെറിയൊരു ബോട്ടിലിൽ വരുന്ന രീതിയിലാണ് നമുക്കിത് കിട്ടും. 140 രൂപയാണ് ഇതിൻ്റെ പ്രിൻറ്റഡ് വാല്യൂ. ചെറിയ എമൗണ്ട് കുറവുണ്ടാവാതിരിക്കാൻ സാധ്യത കേട്ടോ. ഞാൻ ചോദിച്ചില്ല അതിൻ്റെ റേറ്റ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഇത് എന്ന് പറയുന്നത് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ബ്രദറിൻ്റെ മെഷീനും, ജുക്കിയുടെ മെഷീനും, യൂഷയുടെ മെഷീനും, സിംഗറിൻ്റെ മെഷീനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ആ ഒരു മെഷീൻ ഓയിലാണ് കേട്ടോ. അതൊരു വലിയൊരു ബോട്ടിൽ തന്നെയാണ്, അത്യാവശ്യം നല്ല ബോട്ടിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 200 റുപ്പീസാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്യൽ മെഷീൻ ശരിക്കും എപ്പോഴും ഇതേപോലെ പ്യുവർ വൈറ്റ് ആയിരിക്കുന്ന സംഭവം തന്നെയാണ് നമ്മൾ മെഷീൻ ഓയിലായിട്ട് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. പിന്നെ ആ ഷോപ്പിൻ്റെ തന്നെ പുതിയൊരു ഷോപ്പ് വന്നിട്ടുള്ളതാണ്. അവരുടെ തന്നെയാണ് ഷോപ്പ്. അടുത്തത് ഇതാണ് കേട്ടോ, കൂനംവിളക്കൽ ത്രെഡ് ആൻഡ് ലേസ് അങ്ങനെയാണ്. ഇവിടെ നിന്ന് 2 ഷോപ്പും അടുത്തടുത്താണ്. ഇതാണ് ഇവിടെ നിന്ന് ത്രെഡ് സിറ്റി എന്ന് പറയുമ്പോൾ അതേണ്ട പോസ്റ്റ് ഓഫീസ് റോഡിൻ്റെ ഈ ഒരു ഭാഗമായിട്ട് വരും. ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ കുറേ ആൾക്കാർ എന്നെ നോക്കി പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരിങ്ങനെ എന്താ കാണിക്കണേ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്.
എന്നാലും ഞാൻ വീഡിയോ പിടിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതേ കണ്ടത് കാണുന്നതാണ് ആ കാറ് കിടക്കുന്ന ഭാഗമല്ലേ, അപ്പോൾ അവിടുത്തെ അതാണ് നമ്മുടെ ത്രെഡ് സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ ഫസ്റ്റ് ഷോപ്പ് നമ്മൾ വർഷങ്ങളായിട്ട് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിരുന്നത്. പിന്നെ നമ്മൾ ആ ത്രെഡ് സിറ്റിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ നേരെ കാണുന്ന കൂനംപ്ലാക്കൽ ത്രെഡ് ആൻഡ് ലേസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം കണ്ടില്ലേ, ഒരു റെഡ് കളറിൽ, അതാണ് കേട്ടോ പിന്നെ അവരുടെ തന്നെ പുതിയ ഷോപ്പ് നടത്തുന്നത്. അപ്പോൾ ആ ത്രെഡ് സിറ്റിയുടെ അവരുടെ തന്നെ ഷോപ്പാണ് കേട്ടോ ഇത് പുതുതായിട്ട് വന്നിട്ടുള്ളത്, പുതിയ ഷോപ്പാണിത്. പിന്നീട് നമ്മൾ ഇവിടെ നിന്നാണ് പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പോയി എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ നേരെ വെച്ചിരിക്കുന്നു. പിന്നെ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കേട്ടോ പുതിയ ഷോപ്പിൽ. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഐറ്റംസൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടോ എന്ന് തോന്നുന്നത് അത്രയും ഒരുപാട് നോക്കാൻ തന്നെയുണ്ട്. അത്രയും സമയം ഇതിനകത്ത് സ്പെൻഡായി പോകുന്നത് അറിയില്ല. ഇതിനകത്ത് വന്നാൽ കാണുന്നതൊക്കെ മേടിച്ച് നമ്മുടെ കയ്യിൽ പൈസയൊക്കെ കഴിയും കേട്ടോ. ഉള്ള പൈസയൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നതൊക്കെ കുറേ സംഭവങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളും കൂടി നമ്മൾ മേടിക്കും. അങ്ങനെ ഇന്ന സംഭവം മാത്രമേ മേടിക്കാൻ ഉദ്ദേശിച്ചിട്ട് പോകണുള്ളൂ എങ്കിലും നമുക്കിങ്ങനെ കുറേ അധികം സാധനങ്ങൾ കാണുമ്പം ഇങ്ങനൊരു സംഭവം പ്രൊഡക്റ്റ് ഉണ്ടോ അപ്പോൾ എന്നാലും അതൊന്ന് പരീക്ഷിച്ച് നോക്കാം, ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മളത് മേടിച്ച് പോകും. അപ്പോൾ അത്ര കണ്ട സാധനങ്ങളാണ് കേട്ടോ നമ്മളതിനകത്ത് ഈ ഒരു ഷോപ്പിലുള്ളത്. മാത്രമല്ല എല്ലാം ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന രീതിക്കാണ് ഇത് ഇരിക്കുന്നത്. ഇത് ഇൻവിസിബിൾ സിബാണ് കേട്ടോ അതിനകത്ത് മൊത്തം വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 35-40 ആ റേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരെണ്ണമൊക്കെ എടുത്തപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായി കേട്ടോ ഫ്രണ്ട്സ്. അത് നമ്മൾ ഒരുപാട് എടുത്തില്ല. ഓൾറെഡി ഇപ്പോൾ എനിക്ക് ഇൻവിസിബിൾ സിബിളിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ, പക്ഷേ അത് കണ്ടപ്പോൾ ഒരെണ്ണം എടുക്കാൻ തോന്നിയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി കട്ടിയുള്ള ടൈപ്പ് പേൾ വെച്ചിട്ടുള്ളതാണ്, പക്ഷേ ആ ഷീറ്റിന് ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിതുപോലെ പല കളേഴ്സിലുള്ള ഇങ്ങനെ പറയുക ഒരു റബ്ബറിൻ്റെ ഷീറ്റ് പോലെയുള്ള സംഭവമാണ് താഴ്ഭാഗം. അതുമേലാണ് ഇങ്ങനത്തെ പേഴ്സുകൾ പല രീതിയിലായിട്ട് വരുന്നത്. ഇത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ചെയ്യാറുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് അയൺ ചെയ്ത് കൊടുക്കാതെ പൊട്ടവശത്ത് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഹെമ്മിങ് ചെയ്യും, ഓടിക്കാൻ രീതി പോലെ ഒന്ന് ഹെമ്മിങ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ അയൺ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അതിനകത്ത് കിടക്കുള്ളൂ. ഇത് പല രീതിയിൽ ഡിസൈനിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഹെമ്മിങ് ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ എടുത്തത് ഇതാണ് കേട്ടോ. നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. പേള് നല്ല രസത്തിലാണ് കാണുന്നത്. ഫുൾ പേളാണ് കേട്ടോ. വൈറ്റ് പേൾ, ക്രീം പേൾ, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഇങ്ങനത്തെ ഷീറ്റിൽ വരുന്ന സംഭവങ്ങൾ പല ഡിസൈനാട്ടോ. പണ്ട് വന്നിരുന്നത് 2 മോഡൽസ് ഒക്കെയാണ് വന്നിരുന്നത്. 1-2 മോഡൽസാണ് വന്നിരുന്നത്. ഒരു ഗോൾഡൻ ഷെയ്ഡും ഒന്ന് പിന്നെ വൈറ്റും ആയിരുന്നു വന്നിരുന്നത്. പിന്നെ ഇപ്പോൾ പല കളേഴ്സിലാണ് വരുന്നത്. ഇപ്പോൾ കളേഴ്സ് അവൈലബിൾ ആയിരിക്കുന്നു. ഒരുപാട് വെറൈറ്റിയിൽ വരുന്നുണ്ട്. പല കളറൊക്കെ കണ്ടില്ലേ. ഓരോ സംഭവം എടുക്കുമ്പോൾ വ്യത്യസ്ത കളറിലാണ് വരുന്നത്. അത് കുറച്ചൊന്നല്ല, ഒരുപാട് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. റെഡ്, റോസ്, പച്ച, ചുവപ്പ്, പിന്നെ ഗോൾഡൻ ഷെയ്ഡ്, വൈറ്റ്, പിന്നെ പേൾ മാത്രമായിട്ട് വരുന്നത്, പേളും പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ മുത്തും ഒന്നിച്ച് മിക്സ് ചെയ്ത് വരുന്ന മിക്സ് ആൻഡ് മാച്ച് വരുന്നത്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് സർദോസി വർക്ക് ചെയ്യാനായിട്ട് പറ്റാവുന്ന, ചുരിദാറിനായാലും അതുപോലെ തന്നെ എന്താ പറയുക സാരിക്കൊക്കെ ആയാലും പ്ലെയിൻ സാരിക്കൊക്കെ സർദോസി വർക്ക് ചെയ്യാനായിട്ട്, പട്ട് സാരിക്കൊക്കെ സർദോസി വർക്ക് ചെയ്യാൻ പറ്റാവുന്ന സംഭവമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നത്. പിന്നെ ഇതൊക്കെ നമുക്ക് ചുരിദാറിനും ഇതിനൊക്കെ വർക്കുള്ള ഫ്രോക്കുകളിലും ഒക്കെയും നമുക്ക് വെക്കാൻ പറ്റാവുന്ന പോലത്തെ ആ താഴ്ഭാഗത്തോ മുകൾ ഭാഗത്തോ ഇടയിലൊക്കെ വെക്കാൻ പറ്റാവുന്ന ലേസുകളാണ് കേട്ടോ. ഇത് മിറർ വർക്ക് പോലെ വരുന്ന രീതിയിൽ ആ ഒരു മോഡൽസിൽ വരുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള കളറായിട്ടുള്ള ഡിസൈൻ ഒരുപാട് കളർ കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ ഏതാണ്ട് മേച്ചുള്ള ഒരു കളേഴ്സ് നമ്മളിവിടെ വന്ന് സെലക്ട് ചെയ്തെടുത്താൽ മതി. എവിടെയൊക്കെ നമുക്ക് വർക്ക് വെക്കണോ, ഡ്രസ്സിന് ഹെവി വർക്ക് വെക്കണമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ഇത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഇങ്ങനെ പേൾ വരുന്ന സംഭവം. പക്ഷേ ഇതിലൊക്കെ ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യകാലങ്ങളിൽ 1-2 ലെവലായിരുന്നു. ഒരു 10-15 വർഷം മുന്നൊക്കെ ഒരു 2 ഇതിലായി വന്നിരുന്നത്. ഒന്ന് പച്ച കളറിലും അതുപോലെ ഒരു വെള്ള കളറിലും പേൾ വരും. അതുപോലെ തന്നെ അങ്ങനെ വരുന്ന സംഭവമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ലെവലൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയധികം ലെവലിലാണ് കേട്ടോ. നമ്മളിതൊക്കെ അത്രയും പ്രതീക്ഷിക്കാത്ത അത്രയും അധികം കളക്ഷൻസാണ് കേട്ടോ ഉള്ളത് ഇവിടത്തെ ഉള്ളത്.
ഇത് വേറെ ടൈപ്പാണ് കേട്ടോ. പിന്നെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഞാന്ന് കിടക്കണ പോലത്തെ സംഭവങ്ങളൊക്കെ പോലത്തെയാണ്. എനിക്കിങ്ങനെ എല്ലാത്തിൻ്റെയും പേരൊന്നും പറയാനറിയില്ല. നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് നെറ്റിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു സംഭവം. ഇത് കണ്ടോ, നെറ്റിലാണ് ഇതിങ്ങനെ ബീഡ്സ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എവിടെയാണ്, നെക്കിലാണോ വെക്കേണ്ടത്, സ്ലീവിൽ വെക്കണോ, പിന്നെ നമുക്ക് ഷേപ്പിൻ്റെ ഭാഗത്ത് വെക്കണോ, താഴ്ഭാഗത്ത് ഫുൾ ഫ്രോക്കിൻ്റെ താഴെ ലെയേഴ്സായിട്ട് അമ്പർലായിട്ട് വെക്കണോ, അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വാങ്ങിക്കാം. പിന്നെ അത് ഫുൾ സെറ്റായിട്ടും കൊടുക്കും, മീറ്ററായിട്ടും കൊടുക്കും. ചിലത് ഫുൾ സെറ്റായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ചിലതെല്ലാം ഇതിൻ്റെ സംഭവം ആ ഫുൾ കിറ്റ് മൊത്തമായിട്ട് മേടിക്കണം, അങ്ങനെ മേടിക്കേണ്ടതുണ്ട് കേട്ടോ. ചിലതൊക്കെയും ചില നല്ല ഒരു ക്വാളിറ്റി ഉള്ളതൊക്കെ ചിലപ്പോൾ ഫുള്ളായിട്ട് മേടിക്കേണ്ടതുണ്ട് കേട്ടോ. ചിലത് മാത്രമാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നതുള്ളൂ, മീറ്റർ കണക്കിന് കൊടുക്കുന്നുള്ളൂ. ചിലത് ഭയങ്കര അധികം ഫുള്ളായിട്ട് മേടിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഇതിലെല്ലാം കണ്ടോ പല രീതിയിലാണ് വർക്ക് വെച്ച് വരുന്നതുണ്ട്, ക്ലോത്ത് വെച്ച് വരുന്നതുണ്ട്, പല മോഡൽസാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്കിത് എല്ലാത്തിൻ്റെയും പേര് പറയാനൊന്നും അറിയത്തില്ല, എന്താ ഉദ്ദേശിക്കണേന്നൊക്കെയും പറഞ്ഞുതരാൻ അങ്ങനെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല. പിന്നെ ഇതാണ്ടോ ഇതുപോലെ നെറ്റ് എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന് എനിക്ക് സത്യം പറയാൻ അറിയില്ല കേട്ടോ ഫ്രണ്ട്സ്. നമ്മളതിനെ ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതങ്ങനെ കാണിച്ചു തന്നു മാത്രം. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുഞ്ചലങ്ങളുടെ സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷനാണ് കേട്ടോ ഫ്രണ്ട്സ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. കണ്ടില്ലേ, കുഞ്ചലങ്ങളെ തന്നെ ഒരു മിറർ വർക്ക് വെച്ചിട്ടും ഒരുപാട് വെറൈറ്റി ലെവലിലാണ് വരുന്നത്. ഫ്രോക്കിനായാലൊക്കെ വെക്കാൻ പറ്റാവുന്ന രീതിയിൽ, ഒരുപാട് ഹെവി ഫ്രോക്കിനൊക്കെ വെക്കാൻ പറ്റാവുന്ന രീതിയിൽ, മനസ്സിലായില്ലേ, ലാച്ച് അതിനൊക്കെ വെക്കാൻ പറ്റാവുന്ന, ഹെവി വർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് കേട്ടോ ഞാത്തിയിട്ടിരിക്കുന്നതൊക്കെ. പിന്നെ ലൈറ്റ് ചെറിയ രീതിയിൽ വെക്കാൻ പറ്റാവുന്നതും ഉണ്ട് ഒരു സൈഡിൽ. കണ്ടില്ലേ, ഇതൊക്കെ അത്യാവശ്യം ഹെവി വർക്ക് വെക്കാൻ പറ്റാവുന്ന സംഭവങ്ങളാണ്. ഫുൾ സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ള ഒരു ബോൾ ഉണ്ട്, അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ അതിനൊപ്പം മിറർ വർക്ക് വരുന്നതുണ്ട്. അപ്പോൾ ഇത് ഗമ്മുകളാണ് കേട്ടോ, പല തരത്തിലാണ് കേട്ടോ ഗമ്മുകൾ. ഫാബ്രിക് ഗ്ലൂ വന്നിരിക്കുന്നത്, ഇതൊക്കെ ഫാബ്രിക് ഗ്ലൂവിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഈ ഭാഗം മൊത്തം ഫാബ്രിക് ഗ്ലൂ ആണ്. പിന്നെ ഇത് മാർക്കറാണ് കേട്ടോ, പെർമനൻറ്റ് മാർക്കറാണ്. നമ്മൾ അതൊരു പെർമനൻറ്റ് മാർക്കർ മേടിച്ചതാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തു. പിന്നെ ഇങ്ങനെ ഫുൾ റൗണ്ട് നമ്മളിതുപോലെ മുന്നേ വാങ്ങിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഫുൾ റൗണ്ടാണ് നമ്മൾ മേടിക്കാറ് ഇങ്ങനത്തെ സംഭവങ്ങളിൽ. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാത്തിനും വെക്കാൻ പറ്റാവുന്ന പോലത്തെ സംഭവം. അപ്പം നമ്മളത് ഫുള്ളായിട്ട് വാങ്ങിക്കുന്നത് നല്ലത്. ഒരുവിധം എല്ലാ ഡ്രസ്സുകൾക്കും മാച്ച് ആവാവുന്ന ഡിസൈൻസ് നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഫുള്ളായിട്ട് മേടിക്കുമ്പോൾ അത് നല്ല ലാഭമാണ് തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്കിത് വേറെ വെറൈറ്റി ആയുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് കളേഴ്സ് പല ഡിസൈൻസിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ മാത്രമല്ല ഈ ഒരു സംഭവം എന്താ പറയുക, നമ്മുടെ ബാഗൊക്കെ മേടിച്ചില്ലേ, അപ്പോൾ അതിന് നമ്പർ ലോക്കൊക്കെ വെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു ലോക്കറാണ് കേട്ടോ, ലോക്കാണ്. പിന്നെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ സെക്ഷനാണ് കേട്ടോ. നമ്മളതിനെക്കുറിച്ച് അത്ര അറിവില്ല, നമുക്ക് ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാറില്ല. നമ്മൾ തന്നെ പ്ലെയിൻ ക്ലോത്തിൽ ഫാബ്രിക് പെയിൻറ്റിങ്ങൊന്നും ചെയ്യാറില്ല. ഇത് നമുക്ക് ലോക്കാണ് നമ്പർ ലോക്ക് വഴി ചെയ്യാൻ പറ്റാവുന്ന ബാഗിൽ എന്തിനാണ് വെൻറ്റി ബാഗ്, അതുപോലെ സാധാരണ ട്രാവലിംഗ് ബാഗിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ്. ഒരു 75 റേറ്റൊക്കെയാണ് കേട്ടോ അതിന് വരുന്നത്. ഒരെണ്ണത്തിൻ്റെ വില വരുന്നത് കണ്ടോ. ഇത് പിന്നെ നല്ല ഭംഗിയായിട്ട് തോന്നി, എനിക്ക് നല്ല ഡിസൈനായിട്ട് തോന്നിയിട്ട് ഈ ഒരു സംഭവം. കാരണം ഇതെന്താ സംഭവം എന്ന് വെച്ചാണെങ്കിലേ, ഇതിന് സെൻറ്ററിൽ പേൾ വെച്ചിട്ടുണ്ടെങ്കിലും സൈഡിൽ ക്ലോത്ത് പോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ കണ്ടോ, നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. സൈഡ് ഭാഗത്തിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാനായാലും ഹെമ്മിങ് ചെയ്യാനായാലും എളുപ്പമാണ്. ആ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അത് ഫുൾ സെറ്റ് അല്ലാതെ ആളുകൾ മുറിച്ചെടുത്തിട്ടുള്ള ടൈപ്പാണെന്ന് മനസ്സിലായതുകൊണ്ട് അത് വെച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനത് മൊത്തമായിട്ട് മേടിച്ചത്. എനിക്ക് നല്ല സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുള്ളായിട്ടും ആ ഒരു അതിങ്ങനെ കുറച്ച് മീറ്ററായിട്ട് മുറിച്ചെടുത്തേക്കണതാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അത് ആ റോളിൽ നിന്ന് വിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതായതുകൊണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറിയിൽ പല വലിപ്പത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ റോളുകൾ വരുന്നുണ്ട്. ചെറുത് തൊട്ട് ഇത്രയും വലിപ്പം കൂടുതൽ വരെ പല വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കണത്. ഇപ്പോൾ പണ്ടൊന്നും ഇത്ര അധികം അവൈലബിൾ ആയിരുന്നില്ല. 1, 2, 3 വലിപ്പത്തിലൊക്കെ സ്മോളും മീഡിയം ഒരു ലാർജ് ആ ഒരു ലെവലിലാണ്. ചില കടകളിൽ 1, 2 ഒക്കെ ആയിരുന്നു പണ്ട് കാലഘട്ടമൊക്കെ കിട്ടിയിരുന്നത്. ഇപ്പോൾ ഒക്കെ ഒരുപാട് സെലക്ഷനാണ് കേട്ടോ ഉള്ളത്. കണ്ടില്ലേ, ഇപ്പോൾ കുറച്ചുകൂട്ട് വളരെ വലിപ്പമുള്ള ടൈപ്പുകൾ വന്നിട്ടുണ്ട്. പിന്നെ കുറേ സംഭവങ്ങൾ എനിക്ക് അങ്ങനെ എല്ലാത്തിനും പേര് അറിയില്ലാത്തതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ലേസുകളാണ്. ഷീറ്റായിട്ട് എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം, അല്ല മീറ്റർ വഴിക്കായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ എന്താ സംഭവം എന്ന്
വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാറില്ല. പിന്നെ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. ഇതെനിക്ക് ഫ്രോക്ക് ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഫ്രോക്ക് തയ്ക്കണം എന്ന് തോന്നുന്ന നെറ്റ് പോലത്തെ ഒരു ഫ്രോക്കൊക്കെ വാങ്ങിച്ചിട്ട് തയ്ച്ചിട്ട് എന്താ പറയുക വയ്ക്കാനൊക്കെ തോന്നുന്ന രീതിയിലാണ്. കാരണം നെക്കുമ്മ വയ്ക്കാൻ പറ്റാവുന്ന ഫുൾ പേൾസ് വെച്ചിട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് പ്ലെയിൻ ആയിട്ട് ഒരു റൗണ്ട് നെക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെവി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ, മനസ്സിലായോ? പ്ലെയിൻ ആയിട്ട് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു വർക്ക് വളരെ ബ്യൂട്ടിഫുള്ളായി മാറും കേട്ടോ ഫ്രണ്ട്സ്. ഇത് ശരിക്കും ജോർജറ്റ്, ഷിഫോൺ അതിലൊക്കെ വെക്കാൻ പറ്റിയ ബെസ്റ്റായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഒരു പച്ച കളറ്, അതുപോലെ വയലറ്റ് കളറ്, അങ്ങനെയൊക്കെ കളറുകളിലൊക്കെ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എടുത്ത് തന്നെ കാണിക്കും ആ ഒരു പേൾ വർക്ക് കേട്ടോ. നിങ്ങൾ സെലക്ഷൻ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ആ ഒരു ഹെവി വർക്ക് ഉണ്ടായിരുന്നു, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചിലതൊക്കെ ഇങ്ങനെ റോളായിട്ട് നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ എനിക്ക് പല ഡിസൈൻസും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ കളർഫുള്ളായ സംഭവം, കുറേ മോഡലിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഫ്രണ്ട്സ്. കണ്ടോ ഇതില്ലേ, ഇതൊക്കെ ഒരുപാട് പല രീതിയിലാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കഴിയില്ല, അത്ര കണ്ടധികം ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതിനകത്ത്. പിന്നെ അത് പോരാഞ്ഞിട്ട് കണ്ട ഹുക്സ് തന്നെ ഇപ്പോൾ ഫാഷൻ ഹുക്കുകൾ വെക്കാനായിട്ട് ഡ്രസ്സുമേ ഇപ്പോൾ പല ഫാഷനിൽ ഹുക്കൊക്കെ 2-3 ഹുക്കൊക്കെ വെച്ച് ഫ്രണ്ടിൽ സ്ലിറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുന്നിൽ തന്നെ വെക്കുന്ന ആ ഒരു രീതി, അതൊക്കെ ചെയ്യാനായിട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഈ ഒരു ഷോപ്പിനകത്ത്. ഇത് നമ്മൾ ഗ്ലൂ ഗണ്ണാണ്. ഇതിന് റേറ്റ് 125 ഒക്കെയാണെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 125 ഒക്കെയാണെന്ന് തോന്നുന്നു ഗ്ലൂ ഗണ്ണ് റേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഗ്ലൂ ഗണ്ണ് എടുത്തില്ല കേട്ടോ. നമ്മൾ ഫ്ലെക്സ് ക്യൂക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താ പറയുക, നമ്മൾ മുന്നേ 1-2 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂയിൻസിൻ്റെ പേരൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഫാബ്രിക് ഗ്ലൂ ഗൺസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ മിറർ വർക്കും സ്റ്റോൺ വർക്കൊക്കെ ചെയ്യുന്നതിന് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ടിപ്സ് വീഡിയോ ഒരുപാട് ടിപ്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഏതിലും ഒരെണ്ണത്തിലാണ് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ ഏതൊക്കെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഫുള്ള് ഇങ്ങനെ പേൾസ് വർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യാമെന്ന് പറയില്ല ഡ്രസ്സിലൊക്കെ, അതുപോലത്തെ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാണിച്ച കുപ്പികളിൽ കാണിച്ച ഇത് ഭയങ്കര വാല്യൂ കൂടിയൊരു സംഭവമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു റോള് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന റോള് ഭയങ്കര വാല്യൂ കൂടിയിട്ടായി സംഭവമാണ്. അതിന് ഒരു 1000 റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് സാധാരണ രീതിയിലുള്ള സംഭവമല്ല കേട്ടോ. ഈ ഒരു കുഞ്ഞൊരു സംഭവത്തിന് 1000 റേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പ്രത്യേകത നോക്കിയൊക്കെ ഞാനൊന്ന് കിളിക്ക് നോക്കി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റിൽ നമ്മുടെ ഇതെല്ലാം വന്നിരുന്നത്. നമുക്ക് ഈ പേൾ വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഷീറ്റിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ അല്ലെങ്കിൽ നെറ്റുമ്മലാണ് പേൾ വർക്കൊക്കെ ചെയ്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പേൾ വർക്ക് ചെയ്തു വന്നിരിക്കുന്നതിന് വളരെയധികം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതായത് ഇത് പേൾ വർക്ക് ചെയ്തു വന്നിരിക്കുന്നത് ഷീറ്റുമ്മലും ലെയറുമ്മലും അതുപോലെ തന്നെ നെറ്റുമ്മലും ഒന്നുമല്ല. ഇത് പേൾ വർക്ക് എന്താ പറയുക, പേൾ വർക്ക് മാത്രമായിട്ട് വന്നിരിക്കുന്നു. അത്യാവശ്യം ആ വർക്കിന് നല്ല ഒരു ഫിനിഷിങ്ങും പെർഫെക്ഷനും ഉള്ള ടൈപ്പ്. ഏത് ലെവലിൽ നമുക്ക് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന, എന്നാൽ അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബർ ഷീറ്റും ഇല്ല, അതേപോലെ തന്നെ നെറ്റിൻ്റെ സംഭവം ഉണ്ടായിരുന്നില്ല. അത് അത്രയും വാല്യൂ കൂടുതലാണ്. ഹൈ ലെവൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഹൈ വാല്യൂ തരുന്നവർക്ക് വയ്ക്കാൻ പറ്റാവുന്ന സംഭവമാണ് കേട്ടോ. വളരെ കോസ്റ്റ്ലിയാണ് അത് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതല്ല ഇപ്പോൾ ഞാൻ പാത്രത്തിൽ നിന്ന് തുറന്നെടുത്തതല്ല കേട്ടോ കാണിച്ചത്, തൊട്ട് മുന്നേ കാണിച്ചതാണ് ഞാൻ പറഞ്ഞത്. അത് രണ്ടിനും 1000 റേറ്റ് ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഇത് കാണിച്ചില്ലേ, ഒരു റോള് കാണിച്ചത്, അത് രണ്ടിനും 1000 റേറ്റ് ഉണ്ട്. പാത്രമല്ല, അത് പിടിച്ചപ്പോൾ ഭയങ്കര ഹെവി വെയിറ്റും ഉണ്ടായിരുന്നു, ഭയങ്കര വെയിറ്റ് ആയിരുന്നു, നല്ല ഭാരം. അത്രയും അങ്ങനെയാണ് വർക്ക് ചെയ്തേക്കുന്നത് സംഭവം വന്നേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെയിറ്റും അതിനനുസരിച്ചുള്ള പണികളും വർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന സംഭവം നമുക്കിപ്പോൾ ബാഗുമൊക്കെ വെക്കാൻ പറ്റാവുന്ന, അഡ്ജസ്റ്റിങ് വെക്കാൻ പറ്റാവുന്ന ഒരു സംഭവം. എന്താണെന്ന് പറയണേ, അഡ്ജസ്റ്റർ എന്നൊക്കെ പറയാം അല്ലേ. അതായത് ബാഗിൻ്റെ വള്ളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അഡ്ജസ്റ്ററായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന സംഭവം. പിന്നെ മാത്രമല്ല നമുക്ക് പിന്നെ നമുക്ക് ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ ചുരിദാർ തയ്ക്കുകയാണെങ്കിലും അതിൻ്റെ സെൻറ്ററിലൊന്ന് നമുക്ക് ഇപ്പോഴൊക്കെ ഇങ്ങനെ ബെൽറ്റ് ഇടില്ലേ, വേസ്റ്റിൻ്റെ ഭാഗത്തൊരു ബെൽറ്റ് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന സാധനം കേട്ടോ ഈ സംഭവം കേട്ടോ. ബെൽറ്റൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റാവുന്ന സംഭവം. നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ നിന്ന് തന്നെ എടുത്തിട്ട് തന്നെ നമുക്ക് ആവശ്യമനുസരിച്ചുള്ള രീതിയിൽ ഇതിപ്പോൾ ഇതിനകത്ത് കൊള്ളാവുന്ന വീതിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ തയ്ക്കുന്ന ഡ്രസ്സിനനുസരിച്ച് മോഡലിനനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നെ ഇതും കുറേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. എന്തൊക്കെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കില്ല അതിൻ്റെ പേര് പറയാൻ അറിഞ്ഞൂടാ ഫ്രണ്ട്സ്. പിന്നെ നമ്മളിത്
ഇത് പേൾസ് വർക്ക് ചെയ്യുന്നവർക്കാണ് കേട്ടോ, കൂടുതലിരുന്നിട്ട് എംബ്രോയിഡറി ഇരുന്ന് ചെയ്യുന്നവർക്കാണ്. ഇത് ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. ഇത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ കണ്ട നല്ല ഭംഗി കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനത് അവിടെ തന്നെ വെച്ച്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് ഡ്രസ്സുകളുമൊക്കെ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന സംഭവമാണ് കേട്ടോ. ലെയേഴ്സ് ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ ഒരുപാട് ഫുള്ളായിട്ട് നമുക്ക് ഫ്ലോർ ലെവലുള്ള ഫ്രോക്കൊക്കെ തയ്ക്കില്ല, അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന സംഭവം ഡിസൈൻസും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതൊക്കെ വന്നത് ഇപ്പം. പിന്നെ ഈ ബോക്സുകളിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് പേൾ വർക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇങ്ങനത്തെ പേൾ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലൗസും ചെയ്തിട്ടുള്ളതായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. സാരി ബ്ലൗസിൻ്റെ നമുക്ക് എന്താ പറയുക, മെറ്റീരിയലിൻ്റെ പേര് എനിക്ക് മനസ്സിൽ നിന്ന് വിട്ടുപോയി. അത് നല്ല മെറ്റീരിയൽ. അങ്ങനത്തെ മെറ്റീരിയലുമേ നമ്മൾ ഈ ഒരു പേൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിസൈൻ വർക്കിൽ ഒരു ഓർഡറിലുള്ളൊരു ഡിസൈനാണ് നമ്മൾ എടുക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക അട്രാക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. വൈൻ റെഡ് കളർ പോലത്തെ കളറൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് നല്ല നേവി ബ്ലൂ, അത് നല്ല ഭംഗിയുള്ള കളേഴ്സ്. യെല്ലോ ഷെയ്ഡിൽ അത് എടുത്ത് കാണിക്കില്ല, പേൾ വർക്ക് എടുത്ത് കാണിക്കില്ല. വ്യത്യസ്ത കളറായിരിക്കും. റെഡ് അതുപോലെ, വൈൻ റെഡ് അതുപോലെ, നേവി ബ്ലൂ അതുപോലെ, വേറെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് കളറ്, ഗോൾഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അത് ആ പേൾ വർക്ക് എടുത്ത് കാണിക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ആ ഒരു പേളിൻ്റെ കളറിനനുസരിച്ച് നമ്മൾ ഡ്രസ്സിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണല്ലോ അത് എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊക്കെ സർദോസി വർക്ക് ചെയ്യാനുള്ള സംഭവമാണ് കേട്ടോ. അത് കംപ്ലീറ്റ് ഓളിനോ സർദോസി വർക്കിന് വെക്കാൻ പറ്റാവുന്ന സ്റ്റോൺസ് ആണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ഇത് സാരിയിലൊക്കെ ഇങ്ങനെ സർദോസി വർക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ നിറച്ച് ബീഡ്സ് വർക്ക്, അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ ജോർജറ്റിൻ്റെ എന്താ പറയുക സാരീസൊക്കെ ഉണ്ടാവുമല്ലോ, സാരീസ്, ചുരിദാർസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഹെവി വെഹിക്കിൾസിന് യൂസ് ചെയ്യാൻ പറ്റാവുന്ന പേഴ്സാണ് കേട്ടോ കംപ്ലീറ്റ് ഇതിനകത്തുള്ളത്. ഹെവി ആയിട്ടുള്ള ജോർജറ്റിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും. ഏറ്റവും ഭംഗിയായിട്ട് വരും, പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുമ്പോഴൊക്കെ കാണും. അതായത് ഫുൾ സെറ്റിന് 250 രൂപയാണ് ഈ പാക്കറ്റുമേ എഴുതിയിരിക്കുന്നത്. പാക്കറ്റ് വാല്യൂവിനേക്കാളും കുറയും കേട്ടോ പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ ഈ കടയിൽ നിന്ന്. ഇതിപ്പോൾ പാക്കറ്റ് വാല്യൂ 250 ആണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ റേറ്റ് ചോദിച്ചില്ല, കാരണം നമ്മൾ ഇങ്ങനത്തെ സർദോസി വർക്ക് നമ്മൾ ചെയ്യുന്നില്ലാത്തത് കൊണ്ടാണ് നമ്മളത് അതിൻ്റെ റേറ്റ് ചോദിക്കാതിരുന്നത് കേട്ടോ ഫ്രണ്ട്സ്. നമുക്കത് അത്യാവശ്യമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചിലർ ചെയ്യുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ എടുത്ത് കാണിച്ച് തന്നത് കേട്ടോ ഫ്രണ്ട്സ്. നമുക്ക് അത്യാവശ്യമില്ലെങ്കിലും നമ്മളത് കാണിച്ചതിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഷോപ്പിൽ കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് അത്രയ്ക്കും കാണിച്ചത് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് എല്ലാത്തിൻ്റെയും പേരൊന്നും പറയാൻ അറിയില്ല. ഇങ്ങനെ കാണുമ്പോൾ എന്തൊക്കെയോ കുറേ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കുറച്ചൊക്കെ നമ്മൾ മേടിക്കും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുതിയ മോഡൽസ് വെറൈറ്റീസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്താ ഉദ്ദേശിക്കണതെന്ന് മനസ്സിലായിട്ടില്ല. ചിലതൊന്നും എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അത്രയധികം സാധനങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല സ്കെയിൽസൊക്കെ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചത് കൊണ്ട് സ്കെയിൽസ് ഇങ്ങനെ കാണിച്ചു തരുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ സ്കെയിൽ യൂസ് ചെയ്യാറില്ല, പൊതുവേ ഫ്രീ ഹാൻഡായിട്ട് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സ്കെയിൽസ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഹിപ്പിൽ വരയ്ക്കാവുന്നത്, കർവ് ചെയ്യാവുന്നത്, അതുപോലെ ഓരോ ടൈപ്പ് ഡ്രസ്സുകൾക്കും ഷേപ്പ് ചെയ്യാൻ പറ്റാവുന്നത്, ചുരിദാറിന് ഷേപ്പ് ചെയ്യുന്നത്, ഫ്രോക്കിന് ഷേപ്പ് ചെയ്യുന്നത്, സ്ലീവിന് ഷേപ്പ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ ഭാഗത്തും വേസ്റ്റ് ഭാഗത്ത് മെഷർമെൻറ്റ്സിന് ഷേപ്പ് കൊടുക്കുന്നത്, ഹിപ്പ് ഭാഗത്ത് മെഷർമെൻറ്റ്സിന് ഷേപ്പ് കൊടുക്കുന്നത്, പല ടൈപ്പ് എന്താ പറയുക സ്കെയിൽ തന്നെയുണ്ട്. എന്ന് പറയുന്ന സംഭവം നമ്മൾ ഫ്രോക്കിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന നെറ്റാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചു തന്നത്. ഫ്രോക്കിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന നെറ്റ് പല ടൈപ്പാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ വളരെ ഫ്രോക്കിൻ്റെ ഉള്ളിൽ 3, 4, 5 ലെയേഴ്സായിട്ട് ഒരുപാട് നല്ല വാല്യൂ ഒരുപാട് കൂടിയ ടൈപ്പ് ഫ്രോക്കിൻ്റെ ഇടയിൽ ഒരു 4, 5 ടൈപ്പ് ലൈനിങ് യൂസ് ചെയ്യാറുണ്ട് ആളുകൾ. അപ്പോൾ അങ്ങനത്തെ എല്ലാ ടൈപ്പ് നെറ്റുകളും താഴെ ഇതിനകത്ത് മീറ്റർ റോളിൽ വാങ്ങിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ നെറ്റുകൾ ഞാൻ കണ്ടു. അതിൻ്റെ ഹോൾസ് വലിപ്പം കൂടുതലുള്ള ടൈപ്പും അതുപോലെ കുറവുള്ള ടൈപ്പൊക്കെ ആയിട്ട്
ഫ്രോക്കൊക്കെ തയ്ക്കാൻ പറ്റാവുന്ന, ഉള്ളിൽ വയ്ക്കാൻ പറ്റാവുന്ന ലൈനിങ്ങുള്ള, അതുപോലെ വണ്ണം കൂടുതൽ തോന്നി, അതുപോലെ തന്നെ ആ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റിഫായി നിൽക്കാൻ പറ്റാവുന്ന പോലത്തെ ആ ഒരു നെറ്റ് പോലത്തെ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെയധികം ഇവിടെ ഉണ്ട് കേട്ടോ. പല വലിപ്പത്തിലുള്ള നെറ്റ് ഹോൾസ് വരുന്ന, വളരെ ഷോർട്ട്സും ഹൈറ്റ് എന്താ പറയുക തിക്നെസ് കൂടി, എന്താ പറയുക ഹോൾസ് വലിപ്പം കൂടുതൽ, ഹോൾസ് ചെറുതായിട്ടുള്ള പോലത്തെ നെറ്റിൻ്റെ നമ്മുടെ ഫ്രോക്കിൽ 2-3 ടൈപ്പ് ലെയേഴ്സുള്ള രീതിയിൽ വരുമ്പോൾ അതിനകത്ത് നല്ല ക്വാളിറ്റി ഉള്ള നെറ്റൊക്കെ വരുന്നില്ലേ, അപ്പോൾ അതുപോലത്തെ ഒന്ന് സ്റ്റിഫായി നിൽക്കാൻ പറ്റാവുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ നമ്മളിവിടെ കണ്ടു കിട്ടാം ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രോക്കൊക്കെ തയ്ച്ച് കൊടുക്കുന്നവർക്ക് അതൊക്കെ മേടിക്കാം, മീറ്ററായിട്ട് മേടിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും ഇങ്ങനെ ബോക്സ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ നിറയെ എന്താ പറയുക ത്രെഡ്, അതുപോലെ അതായത് നൂലൊക്കെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അത് ഫുൾ മാച്ച് മൊത്തം അതേപോലെ നൂലിൻ്റെ സെലക്ഷനാണ്. പിന്നെ ഇതുപോലത്തെ റെഡിമെയ്ഡ് നെക്കുകൾ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. റെഡിമെയ്ഡ് നെക്ക് വെച്ച് തയ്ച്ച് മറയ്ക്കാൻ പറ്റാവുന്ന കണ്ടില്ലേ, അതുപോലത്തെ ഡിസൈൻ ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ഫ്രോക്കിൻ്റെ പല ടൈപ്പ് വരുന്നുണ്ട്, ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പും കണ്ട, നെറ്റ് കുറഞ്ഞ ടൈപ്പുകളുണ്ട്. ഇങ്ങനത്തെ ഹോൾസ് കുറഞ്ഞ ഇതേപോലത്തെ നെറ്റും ഉണ്ട് ഫ്രോക്കൊക്കെ തയ്ക്കണേൽ. ചിലതൊക്കെ ഇങ്ങനത്തെ നെറ്റ് വയ്ക്കും. തൊട്ട് മുന്നേ കാണിച്ചത് പോലത്തെ തിരുവടി ഹോൾസ് വലുതുള്ളത് പോലത്തെ സ്റ്റിഫായി നിൽക്കുന്ന പോലെ ചില മെറ്റീരിയലിൽ അങ്ങനത്തെ ആയിരിക്കും വയ്ക്കുക. പിന്നെ ഇത് നമ്മൾക്ക് നമ്മുടെ ചുരിദാറിനൊക്കെ വയ്ക്കാവുന്ന, ഷർട്ടിങ്ങിന് വയ്ക്കാൻ പറ്റാവുന്ന ക്യാൻവാസ് കേട്ടോ. ക്യാൻവാസുകൾ പലതരം. ഇത് ഇൻവിസിബിൾ സിബാണ് ഇതിനകത്തുള്ളത് മൊത്തം. ഇത് മൊത്തം ഇൻവിസിബിൾ സിബാണ് കേട്ടോ. ഇത് ഒരെണ്ണം നമ്മൾ വാങ്ങിച്ചു. ഇത് ഒരെണ്ണമായിട്ട് മേടിക്കുമ്പോൾ 35-40 ആണോ എന്നറിയില്ല കറക്റ്റ് റേറ്റ്. ഞാൻ അങ്ങനെ ആ റേറ്റ് ചോദിച്ചില്ല. അത് അങ്ങനെ 35 തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ ഒരെണ്ണത്തിന്. പക്ഷേ കൃത്യമായിട്ട് ഒരെണ്ണമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ റേറ്റ് കൂടുതലായിട്ട്, ചിലപ്പോൾ അതിന് റേറ്റ് ഇപ്പോൾ കൂടിയതായിരിക്കാം. മുന്നേ ഒന്നും ഇത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇൻവിസിബിൾ സിബിന് ഇത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇപ്രാവശ്യം അത് റേറ്റ് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമായിരിക്കാം, എനിക്കറിയില്ല. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് മുന്നേ നമ്മൾ കാണിച്ചത് ഇൻവിസിബിൾ സിബ് നമ്മൾ തമ്മിയിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് ഇൻവിസിബിൾ സിബായിരുന്നു തയ്ച്ചിട്ടുള്ളത്. ആ ഒരു ചുരിദാർ ഇട്ടിട്ട് കാണിച്ചിട്ടുള്ള ഒരു തമ്മിൽ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഇത് ഇൻവിസിബിൾ സിബിന് അത് വാങ്ങിക്കുമ്പോൾ അത് അന്നത്തെ ആദ്യത്തെ സ്റ്റോക്കിൽ ഇരിക്കണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അത് അത്ര റേറ്റ് കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ തലയിലൊക്കെ വെക്കാൻ പറ്റുന്ന പുതിയ വെറൈറ്റി കണ്ടതാണ് കേട്ടോ. തലയിൽ വെക്കാൻ പറ്റാവുന്ന ഹെയർ ബാൻഡൊക്കെയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ സെലക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഐറ്റംസാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു, വളരെ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തൃശ്ശൂരാണ് സ്ഥലം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സി യു. പിന്നെ ഇതിൽ ഇഷ്ടപ്പെട്ട കമൻറ്റ്സ് ഏതൊക്കെ ഐറ്റംസ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതൊന്നൊരു കമൻറ്റ്സ് ചെയ്യുക. പിന്നെ ഇതുപോലത്തേക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്ക് നേരിട്ട് കാണാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി. നമ്മളിതൊന്ന് വാങ്ങി, പക്ഷേ ഇതൊരു ലെയറിന് 12 രൂപയാണ് കേട്ടോ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.